തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികളായി മത്സരിച്ച മുഴുവൻ പേരെയും ഉൾപ്പെടുത്തി KPCC സംഘടിപ്പിക്കുന്ന വിജയോത്സവത്തിന് കൊച്ചിയിൽ അല്പസമയത്തിനകം തുടക്കമാകും. മഹാപഞ്ചായത്ത് എന്ന പേരിൽ മറൈൻ ഡ്രൈവിലാണ് പരിപാടി. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉദ്ഘാടനം ചെയ്യും. നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് കോൺഗ്രസ് പ്രവർത്തകരെ ഒരുക്കുന്നതിന്റെ ഭാഗമായാണ് മഹാപഞ്ചായത്ത് സംഘടിപ്പിച്ചത്. സിജോ വർഗീസ് വിവരണവുമായി ചേരുന്നു. സിജോ, എപ്പോഴാണ് പരിപാടി തുടങ്ങുക? അജിൻസ് അല്പസമയത്തിനകം തന്നെ പരിപാടി തുടങ്ങും. അതായത് രാഹുൽ ഗാന്ധി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഇറങ്ങിയ ശേഷം പിന്നീട് ആദ്യം എത്തുക ഡോക്ടർ എം ലീലാവതി ടീച്ചറുടെ വസതിയിലായിരിക്കും. അവിടെയായിരിക്കും KPCCയുടെ സാഹിത്യ പുരസ്കാരം സമ്മാനിക്കുക. അതിനുശേഷമായിരിക്കും ഈ മഹാപഞ്ചായത്ത് നടക്കുന്ന മറൈൻ ഡ്രൈവിലെ ഈ പ്രധാന വേദിയിലേക്ക് എത്തുന്നത്. ഏതാണ്ട് 15,000-ഓളം ആളുകൾ, അതായത് ഈ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ വിജയികളായിട്ട് വന്ന ആളുകൾ ഉൾപ്പെടെ 15,000-ഓളം ആളുകൾ ഇവിടെ എത്തിച്ചേരുമെന്നാണ് KPCC നേതൃത്വം കണക്ക് കൂട്ടുന്നത്. രാവിലെ തന്നെ പല ഭാഗങ്ങളിൽ നിന്ന്, സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനുശേഷം ഇവിടെ പ്രധാന വേദിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തും. അതിനുശേഷമായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട് മറ്റ് ഔദ്യോഗിക ചടങ്ങുകളെല്ലാം തന്നെ ആരംഭിക്കുക. 2:30 തന്നെ രാഹുൽ ഗാന്ധി ഇവിടെ സംസാരിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. എന്തായാലും ആളുകൾ ഇവിടെ എത്തിയിട്ടുണ്ട്. വേദികളെല്ലാം തന്നെ സജ്ജമായി കഴിഞ്ഞു. ഈ സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ എത്തുമെന്നതുകൊണ്ട് തന്നെ വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളാണ് ഇവിടെ മറൈൻ ഡ്രൈവിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിളക്കം മാറുന്നൊരു വിജയം, ആ വിജയിച്ചവർക്ക് വിജയോത്സവം എന്ന പേരിലാണ് ഈ പരിപാടി KPCC സംഘടിപ്പിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു പരിപാടി, പ്രവർത്തകരിൽ ആവേശം ഉളവാക്കുക എന്നൊരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് അതിനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുക എന്നുള്ള ആ ഒരു ക്രമീകരണം ഒരുക്കുക എന്നുള്ള, അതിന് സജ്ജമാകുക, ആ ഒരു ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിക്കുന്നത്. അതുപോലെ തന്നെ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ആളുകളെ കൂടി ഇതിനകത്തേക്ക് പങ്കെടുപ്പിക്കുന്നുണ്ട്. കാരണം അവർക്കും പ്രത്യേക ചുമതലകൾ നൽകി അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ടായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലുള്ള മുന്നൊരുക്കങ്ങൾ നൽകുക. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിപുലമായ പദ്ധതികൾക്ക് ഇവിടെ രൂപം നൽകും. അതുമായി ബന്ധപ്പെട്ടുള്ള നേതാക്കന്മാരുടെ ആഹ്വാനം ഉണ്ടാകും. എന്തായാലും വിപുലമായിട്ടുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേക സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഗതാഗത നിയന്ത്രണം ഉൾപ്പെടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അജിൻ.